മലപ്പുറം പെരിന്തൽമണ്ണയിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിസാമുദ്ദീനാണ് മരിച്ചത്. പ്രദേശവാസിയായ സെയ്ദലവിയെ നിസാമുദ്ദീൻ കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കത്തി ഉപയോഗിച്ച് നാട്ടുകാർക്ക് നേരെയും ആക്രമണമുണ്ടായത്. കീഴ്പ്പെടുത്താനുള്ള നാട്ടുകാരുടെ ശ്രമത്തിനിടയിലാണ് നിസാമുദ്ദീന് പരിക്കേറ്റത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഇത് എന്താണ് സംഭവം? ഇയാൾക്ക് എങ്ങനെയാണ് പരിക്കേറ്റത്? അമൃത, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ നിസാമുദ്ദീൻ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ഇതിന് തുടക്കമായ സംഭവം, ഈ നിസാമുദ്ദീൻ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ കഞ്ചാവ് വിൽപ്പന ഈ നാട്ടിൽ വ്യാപകമായി ഇദ്ദേഹം നടത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കഞ്ചാവ് കൊടുത്തിരുന്നു. ഇത് ഇവിടെയുള്ള മറ്റ് ആളുകൾ ചോദ്യം ചെയ്തു. ഇതിൽ ഈ ചുമട്ട് തൊഴിലാളിയായ സൈദലവി എന്ന വ്യക്തി ഇത് ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി ഈ സൈദലവി ഈ കടയിൽ നിന്ന് ചായ കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നിസാമുദ്ദീൻ എത്തുകയും ഈ സൈദലവിയുടെ മുഖത്തേക്ക് മുളക് പൊടി എറിയുകയും തുടർന്ന് സൈദലവിയുടെ പുറത്ത് വെട്ടുകയും ചെയ്തു. തുടർന്ന് ആളുകൾ ബഹളം വെച്ചതോടുകൂടി കത്തിയുമായി ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഇതോടുകൂടി ഒരു കൂട്ടം ആളുകൾ ഈ സൈദലവിയെ ഈ ബലം പ്രയോഗിച്ച് പിടിച്ചു വെക്കുകയും ചില ആളുകൾ ഈ നിസാമുദ്ദീനെ മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കടയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി ഈ ചില ആളുകൾ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ പരിക്കേറ്റു. ഇന്നലെ രാത്രി ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും അവിടെ വെച്ച് മരിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ നിസാമുദ്ദീനെതിരെ ഈ കാപ്പ ചുമത്താൻ വേണ്ടി ഈ പോലീസ് ഈ ശുപാർശ നൽകുകയും കാപ്പ ചുമത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരം ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.